മൈ ചാനൽ ഉജ്ജൽസ് വ്ലോഗ്സ് 9.2. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കാറുണ്ട് 2013 മോഡൽ എർട്ടിഗ. അപ്പോൾ ഞങ്ങളുടെ കാറിൽ പൈനീറിൻ്റെ ഒരു സ്റ്റീരിയോ ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. അതിൽ ഞങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഒന്നും കിട്ടാത്തതായ പ്രശ്നം ഉണ്ടായിരുന്നു. അതിലാകെപ്പാടെയുള്ള ഫീച്ചേഴ്സ് ബ്ലൂടൂത്ത്, റേഡിയോ, USB മാത്രം, ഓക്സും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഡയമണ്ട് 2K എന്ന് പറയുന്നൊരു മോഡൽ ബോഷ്മാൻ്റെ ഒരു സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഞങ്ങളുടെ കാറിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. നമ്മളിവിടെ കാറിന്റെ മറ്റേ സ്റ്റീരിയോ ഫിറ്റ് ചെയ്യണ സ്ഥലത്ത് കടയിൽ വന്നിരിക്കുകയാണ്. ഇക്കാണ് നമ്മുടെ സ്റ്റീരിയോ എല്ലാം ഫിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇക്കോട് ചോദിക്കാം കാര്യങ്ങളൊക്കെ. സ്ഥാപനത്തിന്റെ പേര് ഇത് ആദ്യം ഇവിടെ ആയിരുന്നില്ല നമ്മള് ബിൽഡിങ് നമ്മളെ പൊളിച്ചു പോയി. അപ്പോൾ തന്നെ വലപ്പാടിക്ക് കൊണ്ടുവന്നേക്കണം, ഷിഫ്റ്റ് ചെയ്തേക്കണം. ഇപ്പോൾ വലപ്പാട് പഞ്ചായത്തിനടുത്ത് ഇങ്ങോട്ട് തന്നെ വഴി ഇതാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് വലപ്പാട് പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ട് വടക്കേ സൈഡിലൂടെ തെക്കേ സൈഡിലൂടെ വഴി അല്ലേ? ഹൈവേ നേരെയുള്ള ആക്സസ് ഇതാണ്. തൽക്കാലത്തേക്കുള്ള ഒരു സെറ്റപ്പ് ആണല്ലേ ഈ ഷോപ്പ്? അതന്നെ. വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യണ്ടേ കാരണം. ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് ഡയമണ്ട് ബ്രാൻഡിന്റെ 2K സീരീസിന്റെ ഡ്യുവൽ നോബ് ആൻഡ്രോയിഡ് സിസ്റ്റം ആണ്. അത് നമ്മ മാറ്റിക്കയിലേക്ക് ഓൾറെഡി അതിൽ ഇൻബിൽഡ് അല്ല, നമ്മളെ പൈനീറിന്റെ ബ്രാൻഡഡ് ഒരു സ്റ്റീരിയോ ഉണ്ട്. നമുക്ക് അതിലേക്ക് മേലെ കൂടെ ആഡ് ചെയ്യണത്. നമ്മ അത് റീപ്ലേസ് കാഷ്മ ആഡ് ചെയ്യണം. മറ്റേ നമ്മൾ സാധാരണ അത് ഓൾറെഡി നമ്മ അതിന്റെ പാനൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓൾറെഡി അതിൽ എക്സിസ്റ്റിംഗ് ഒരു പൈനീറിന്റെ ബ്രാൻഡഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മേളിൽ കൂടെ നമ്മൾ ഇത് ചെയ്യണം. നമ്മ ബ്രാൻഡഡ് സ്റ്റീരിയോ മേളിൽ കൊടുക്കും. കാണാം. ഇതിപ്പോ നമ്മ അയച്ചു വെച്ചാണ്. ഇതാണ് നമ്മ പൈനീറിന്റെ. ഇപ്പൊ ഓൾറെഡി നമ്മൾ ഇത് 4 ചാനലാണ്, 15:4 വരുന്നത്. ഇത് ബ്രാൻഡഡ് ആയ കാരണം പ്രത്യേകിച്ച് നല്ല ഔട്ട്, നല്ല ഈക്വൽസ് ഫംഗ്ഷൻ ഉള്ളതാണ്. അപ്പൊ അത് നമ്മ എന്ത് ചെയ്ത് റിട്ടേൺ ചെയ്തിട്ട് നമ്മ എന്ത് ചെയ്ത് അത് നമ്മ മാറ്റാണ്ട് നമ്മ അതിന്റെ മേളിൽ കൂടെ ജസ്റ്റ് ഒരു ഓക്സ് ഔട്ട് മാത്രം എടുത്ത് സ്റ്റീരിയോയിൽ കൊടുക്കണം. ഫിക്സ് ചെയ്യണം. അപ്പൊ അതന്നെ ഇതിന്റെ ഇപ്പൊ ഇന്നത്തെ കാലത്തെ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇതിൽ കുറെ ഫംഗ്ഷൻസ് ഇല്ല ഇന്നത്തെ കാലത്തെ അപ്ഡേഷൻ പോലെ. അതില്ലാത്ത കാരണം നമ്മ ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡും ഓഡിയോ ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മ ഇതിന് പൈനിയർ റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഞാൻ ഫിക്സ് ചെയ്യാം. അതന്നെ. അപ്പൊ നമുക്ക് ഇതില് ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാരണം നമുക്ക് കുറച്ച് അധികം കോമ്പണൻസിൽ കയറാനുണ്ട്. ഒന്ന് GPS-ന്റെ ആന്റിന, പിന്നെ ഇതില് ഈ ഡയമണ്ടിന്റെ കാരണം ഇത് സിം ഇൻസെർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇപ്പൊ സാധാരണ നമ്മൾ ആൻഡ്രോയിഡുകൾ ഫുള്ള് നമ്മൾ വെച്ചാൽ ഹോട്ട്സ്പോട്ട് വൈഫൈ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് നമ്മളെ നെറ്റ്വർക്ക് ഇത് സിം യൂസ് ചെയ്യാം. സിമ്മ് നമ്മുടെ ഡാറ്റ ലോഡ് ചെയ്താൽ മതി. രണ്ടും ഉപയോഗിക്കാം. അപ്പൊ അതിന്റെ ഇത് 464 ആണ് ഇതിന്റെ റാം കാരണം. അത് പക്കയായിരിക്കും. ഇത് ഒറിജിനൽ ഡയമണ്ട്. അപ്പൊ അതിൻ്റെതായ കുറച്ച് സാധനങ്ങളുണ്ട്. അതിന്റെ സിമ്മിന്റെ ആന്റിന കൊടുക്കാനുണ്ട്, സിം സ്ലോട്ട് കൊടുക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം. ക്യാമറ വെക്കുന്നില്ല, പിന്നീട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മിററുകളും ഓട്ടോ ഫോൾഡ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അത് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ഒരു ക്യൂബോർഡ്, ഒരു ക്യാമറ, ഡാഷ് ക്യാമ ഇതിലിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതും അത് ഫിക്സ് ചെയ്യും. സാധാരണ ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡിൽ ഇതാണ് ഇതിൻ്റെ മൈക്കായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന 2 ഹോളുകൾ ഇത് കാണുന്നുണ്ട്. അതാണ് ഇതിൽ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഹാരിസ് കാണിച്ചു കൊടുക്കുന്നത്. വർക്ക് പാനലിങ് വിടുവിയിൽ അതിൻ്റെ ബാക്ക് പാനൽ കവർ ചെയ്യൽ എല്ലാ പരിപാടികളും അവസാനിച്ചുകൊണ്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫൈനലായിട്ടുള്ള വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയറിങ് എല്ലാ പരിപാടികളും ഹാരിസ് ചെയ്ത് തീർത്തിട്ടുണ്ട്.
നമ്മൾ ഓൾമോസ്റ്റ് മെയിൻ കണക്ഷനിലേക്ക് കൊടുക്കാറായി. ആ ഉജ്ജല് കുറെ ദിവസം എക്സൈറ്റഡ് ആയിട്ട് നിൽക്കണം. യൂട്യൂബ് കാണാൻ വേണ്ടിയിട്ടുള്ള താല്പര്യത്തിലേക്ക് നിൽക്കണത്. ഇനിയിപ്പോ ഇത് ഫിക്സ് ചെയ്താലേ ആഡ് ചെയ്യണ കാരണം ഡയറക്റ്റ് പ്ലഗിങ് ഇല്ലാത്ത കാരണമാണ് നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യേണ്ടതായിരുന്നു. രണ്ടും യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന പൈനീറിന്റെ ഒരു ആമ്പും അതുമാതിരി ഇതിന്റെ പ്രീ ഔട്ടും കൂടി ചെയ്യുന്ന കാരണമാണ് ഇതുമാതിരിയുള്ള ഒരു വയറിംഗ് കൊടുക്കേണ്ടി വരുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും എന്താ ഇങ്ങനെ കപ്ലിങ്ങിന് വയർ കട്ട് ചെയ്ത് കൊടുക്കുന്നൊക്കെ ചോദിക്കും. ഒറിജിനൽ സെറ്റിന്റെ പെർഫോമൻസ്, ആ സൗണ്ട് പെർഫോമൻസ് ഇതിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ വയർ കൊടുക്കാണ്ട് പറ്റൂല. പ്ലഗ് ആൻഡ് പ്ലേ ഇല്ല. പ്ലഗ് ആൻഡ് പ്ലേ ഇല്ല. ഇത് സ്റ്റീരിയോ എന്നുള്ള വ്യൂ ആണിത്. ഇങ്ങനെ ഇവിടെയാണ് ഇത് വരുന്നത്. വ്യൂ അത്ര കണ്ട് ചെറിയൊരു അളവിൽ കട്ടിങ് ആവുന്നുള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല. കാഴ്ചയിൽ വലിയ വിഷയമൊന്നുമില്ല. ഫ്രണ്ട് കാണുന്നതിന് വേണ്ടിയിട്ടേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മൂന്ന് മോഡൽ വണ്ടിയാണിത്. ടിയർ 2013 മോഡൽ വണ്ടിയാണ്. അതിലാണ് ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കേട്ടോ. 2013 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഹാരിസിൻ്റെ ഷോപ്പിൻ്റെ തൽക്കാലത്തേക്കുള്ള ഒരു സെറ്റപ്പാണ്. അവിടുത്തെ നാട്ടിലത്തെ ഷോപ്പ് ഹൈ വന്നപ്പോൾ മാറ്റിയപ്പോൾ അതിന് ബദലായിട്ട് ഇവിടെ തൽക്കാലത്തെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടാണ് പുതിയ ഇതിലേക്ക് മാറുന്ന പറഞ്ഞിട്ടുള്ള ഹാരിസ്. പുതിയ ഷോപ്പിലേക്ക് മാറും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇതാണ് ഹാരിസിൻ്റെ ഷോപ്പിൻ്റെ ടെമ്പററി ആയിട്ടുള്ള ഇൻറ്റീരിയർ. ഇവിടെ ഒരു ഡയമണ്ട് XIT 10.1 ഇഞ്ചിൻ്റെ XIT അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോക്സാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കട ടെമ്പററി ആയിട്ടുള്ള കാരണം ഓർഡറിനനുസരിച്ചാണ് ആൾ സാധനങ്ങൾ എടുക്കണമെന്നാണ് പറയണേ. വീണ്ടും നമുക്ക് ഇൻസ്റ്റാളേഷനിലേക്ക് പോവാം. വയറിംഗ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സിസ്റ്റം പവർ ഓൺ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വർക്കുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി USB എടുത്തിട്ട് ഇപ്പോൾ പാട്ട് പിന്നെ വെക്കാനുള്ള പരിപാടിയാണ് ഹാരിസ് നോക്കിയിരിക്കുന്നത്. പാട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമതെല്ലാം പഴയ പോലെ തന്നെ റീഫിക്സ് ചെയ്യും. ഓക്കെ. ഇതിന്റെ ഫൈനൽ വീഡിയോ നമുക്ക് കാണാം. വർക്ക് കഴിഞ്ഞിട്ടുള്ള കാണാം. ഓക്കെ. റെഡി. ഇതിന് 2 USB പോർട്ട് ഉണ്ട്. ഈ പുതിയ ആൻഡ്രോയിഡ് സിസ്റ്റം 2 USB പോർട്ട് ഉണ്ട്. അപ്പോൾ ഒരു പോർട്ട് ഇതിലും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പോർട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അടുത്തൊരു പോർട്ട് ഇത് നമ്മുടെ ഈ മറ്റേ ഡാഷ് ബോക്സിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എവിടെയാ? ഡാഷ് ബോക്സിൽ വെച്ചിട്ടുണ്ട്. അത് സിമ്മിലുള്ള സ്ലോട്ടാണ്, സിം സ്ലോട്ട്. അതും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് സിം ഇടണമെങ്കിൽ നമുക്ക് സിം ഇടും ചെയ്യാം. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ ഫാനിൽ ഫിക്സിങ് നടന്നുകൊണ്ടിരിക്കുക. ഫാനിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ലാബിൽ ഉജ്ജിൽ ഫീൽ ചെയ്തതിന് ശേഷം അതിൻ്റെ വർക്കിങ് കേൾപ്പിച്ചു തരാം. ഹാരിസേ, അപ്പോൾ ഇനി ഉജ്ജലിൻ്റെ ഫീലിങ്ങും പിന്നെ അതിൻ്റെ സൗണ്ടിൻ്റെ പെർഫെക്ഷൻ ഉള്ള സൗണ്ട് കേട്ടോ. അതന്നെ. ഓക്കെ. ഫീൽ ചെയ്ത് ഉജ്ജല ഇനി അതൊക്കെ റൈറ്റ് ഹാൻഡോട് ഫീൽ ചെയ്യും. ഓക്കെ. അതൊക്കെ അങ്ങനെ വരട്ടെ. ആൻഡ്രോയിഡ് QLED മരികണ്ട്. എന്ത് സ്ലോ മോഷനില്ല. അതന്നെ. ഇതിനിപ്പോഴത്തെ നമ്മുടെ സ്റ്റീരിയോ വെക്കുമ്പോഴുള്ള ലുക്ക് ആൻഡ്രോയിഡ്. അപ്പൊ വ്യൂവേഴ്സിന് ഇപ്പൊ എന്തോരം നമ്മളെ മൈക്കിന് എന്തോരം പാട്ടിന്റെ സൗണ്ട് കിട്ടണമെന്ന് അറിയില്ല. നമ്മ നേരിട്ട് കേൾക്കണ എഫക്ട് ചിലപ്പോ നമ്മളെ ഇതില് സൗണ്ട് എഫക്ട് പൂർണ്ണമായിട്ട് ഇതിൽ കിട്ടില്ല. നമുക്ക് പറയാനുള്ള വെച്ചാല് ഭയങ്കര അധികം ഡിഫറൻസ് വന്നു സൗണ്ട് ക്വാളിറ്റിയില്.
ട്രാക്ക് മാറ്റല്. ഇനിയിപ്പോ ഡയമണ്ടിന്റെ ഫംഗ്ഷൻ കാണാന്നുള്ളൂ. ട്രാക്ക് മാറ്റല്, വോളിയം, സൗണ്ട് ഇപ്പൊ ഭയങ്കര ഡിഫറെന്റ് ആയി. ഇനി അതിന്റെ വീഡിയോ പ്ലേയിങ്ങിന് വേണ്ടിയിട്ട് യൂട്യൂബ് കണക്ഷൻ ആക്കണം ചെയ്യുന്നത്. അപ്പൊ ഹാരിസ് കണക്ഷൻ ആക്കി വരും. ജെല്ലിന്റെ വൈഫൈയിലൂടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. തൽക്കാലം സിമ്മ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പൊ സിമ്മിലുള്ള ട്രൈ ഉണ്ടെങ്കിലും സിമ്മ് യൂസ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോ വൈഫൈയിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ജെല്ലിന്റെ ഇത് സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് മെയിൽ ഐ ഡി കൊടുത്ത ആള് വീഡിയോ പ്ലേയിങ് അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. വീഡിയോ ക്വാളിറ്റി കാണാം നമുക്ക്. ഇത് വീഡിയോ ക്വാളിറ്റി അല്ലേ? സംഗതി ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കൂടിയും കാണിച്ചുതരാം. എല്ലാവർക്കും കഴിഞ്ഞ ശേഷം നമ്മുടെ സിസ്റ്റം ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കാണിക്കാൻ പോണത്. ഇതിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് എങ്ങനെയാണ് കാണുന്നത്. ഉള്ളിലേക്കാണ് ആൾക്കാർ. സിസ്റ്റത്തിൻ്റെ ബാക്ക് സൈഡ്, സൈഡിൽ നിന്നുള്ള വ്യൂ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മിനിറ്റ് കാണാം. ഇപ്പോൾ സിസ്റ്റം അത് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വീഡിയോ അതിന് ശേഷം വർക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഇത് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള വീഡിയോ അപ്പോൾ എടുക്കാം. മാപ്പ് ഒന്ന് വെച്ചിട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ അത് വീഡിയോ ഫ്ലൈങ് ചെയ്യണം യൂട്യൂബിൽ. ഇതിൻ്റെ ആഡാണ്. ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അത് ഇപ്പോൾ പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ കൈയോടെ ചെയ്തിട്ട് വന്ന് ചെയ്ത് നിൽക്കണം. അപ്പം അതിൻ്റെ ഒരു ലൈറ്റും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോഗ് ലൈറ്റ് ഒന്ന് കത്തിച്ച് നോക്കാൻ നോക്കണം. അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ട് ഫോഗ് ലൈറ്റിൽ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറണമെന്നുള്ള ചിന്തയില്ല. ലൈറ്റ് ഉണ്ട് അല്ലേ? അതിൻ്റെ പെർഫോമൻസ്. റിങ് മാത്രം കത്തിച്ചേ. റിങ് DR വേറെ കളർ ഒന്നുമില്ല. ഇൻഡിക്കേറ്റർ ഇടുമ്പോ സിഗ്നൽ ലൈറ്റ് പൾസ് ആയിട്ട് വരുള്ളൂ അല്ലേ? നമ്മ വൈകിട്ട് പാർക്കിലാണ്. അപ്പോ നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു. ഇൻഡിക്കേറ്റർ ഇടുമ്പോ ഇൻഡിക്കേറ്റർ മാറി മാറി കത്തൂല. ഇൻഡിക്കേറ്റർ അങ്ങനെ മാറി മാറി കത്തണ അങ്ങനെ ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ കൊള്ളാം അല്ലേ? ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ഓപ്പറേഷൻ. ഓക്കെ. ഈ ലൈറ്റ് കണക്ട് ചെയ്യണമെങ്കിൽ എൻ്റെ വയറിങ് പറയാൻ പുതിയത് ചെയ്യണം. മറ്റേ ഇൻഡിക്കേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു അഡീഷണൽ ആയിട്ട് വയർ വലിക്കേണ്ട ആവശ്യം വരുന്നെന്നാണ് പറഞ്ഞ ഹരീസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതും കൂടിയും എന്തായാലും ചെയ്യുന്നുണ്ട്. ഈ ഫോഗ് ലൈറ്റും കൂടി ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ആയില്ലേ? ഫോഗ് ലാമ്പിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞു. തിരിച്ചെല്ലാം കയറ്റി ഫിക്സ് ചെയ്ത് കണക്ഷൻ കഴിഞ്ഞു. ഓക്കെ. ഞാൻ ഡെമോ കാണാം.
ഇതിന് എൻ്റെ ഇൻഡിക്കേറ്റർ ഉള്ള ഡെമോ. ഇതിപ്പോ സെൻട്രൽ ലൈറ്റ് കത്തില്ല ഇനി ഇതിപ്പോ സെൻട്രൽ ലൈറ്റ് ഉണ്ട്. ഇതിപ്പോ ഹസാർഡ് ഇട്ടേക്കാണ്. നമുക്ക് സെപ്പറേറ്റ് കത്തിക്കാം. വേറെ കത്തിക്കാം. ഡെമോ ആയിട്ട് കാണിച്ചെന്നുള്ളൂ എല്ലാം കത്തുന്നത്. ഇത് പാർക്കാണ് കത്തണത്. ഇപ്പൊ പാർക്കിലാണ് ഈ കണക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇനി അത് ഇൻഡിക്കേറ്റർ സെൻട്രൽ ലൈറ്റ് കത്തുണ്ട്. അപ്പൊ സെൻട്രൽ ലൈറ്റ് കത്തുണ്ട്. സെൻട്രൽ ലൈറ്റ് ഓൾറെഡി ഫോഗ് ഓഫ് ചെയ്യും. ഫോഗ് മാത്രം അടിയിൽ ബട്ടൺ. ഇപ്പൊ ഫോഗ് ഓഫ് ആയിട്ടാ. ഫോഗ് ഓഫ് ആയി. ഇപ്പൊ റിംഗ് മാത്രമേ കത്തുന്നുള്ളൂ അല്ലേ? ഓക്കെ 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 ഓക്കെ. ഹസാർഡ് നമ്മൾ നേരത്തെ കണ്ട്. ഇതാണ് എന്റെ വർക്കിംഗ്. അതെ. അപ്പൊ ഓക്കെ. അപ്പൊ ഓക്കെ, എല്ലാ വർക്കും കംപ്ലീറ്റ് ആയി. ഓക്കെ, ഫിനിഷ്. ഓക്കെ. അങ്ങനെ ഇതിന്റെ വർക്കുകളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ അതുമാതിരി തന്നെ ഈ ആംപ്ലിഫയർ, ഇതുമാതിരിയുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോസ് ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഹാരിസുമായിട്ട് ബന്ധപ്പെടുക. ഹാരിസിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ഇവിടെ വീഡിയോ ഇവിടെ പോയിന്റ് പി ആണ്. അപ്പൊ നമ്മൾ കാറിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെയാണ് നമ്മുടെ സ്റ്റീരിയോ വരുന്നത്. നമ്മൾ ഡാഷിമെയാണ് വെച്ചത്. നമ്മുടെ പൈനീർ മുന്നുണ്ടായിരുന്നത് ഇവിടെ തന്നെയാണ്. വണ്ടി മേടിച്ചപ്പോൾ തൊട്ട് വെച്ചിട്ടുള്ളതാണ്. എൻ്റെ അച്ഛനാണ് ഇത് വെച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡാഷ്മേ സ്ക്രൂ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ബോഷ്മാൻ്റെ ഡയമണ്ട് 2K എന്ന് പറയുന്ന സ്റ്റീരിയോ വെച്ചിരിക്കുന്നത്. നമുക്കിതൊന്ന് പ്ലേ ചെയ്താലോ? അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് വർക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്കിത് കേട്ടിട്ട് ഫീൽ ചെയ്തത്, ഞങ്ങളുടെ വീട്ടിൽ മുന്നേ ഞാൻ വീട് സ്റ്റാർട്ട് ചെയ്ത് തന്നെ എൻ്റെ വീട്ടിലൊരു ഹോം തിയേറ്ററിൻ്റെ ഹോം തിയേറ്ററിൻ്റെ അച്ഛൻ പണിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കേൾക്കുന്ന എക്സ്പീരിയൻസ് തന്നെയാണ് ബോഷ്മാൻ്റെ സ്റ്റീരിയോയിൽ കേട്ടത്. അപ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ കുറേ സാധനങ്ങളുടെ വീഡിയോയും തിയേറ്ററിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയണ പോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. നിങ്ങളെ ഷെയർ ചെയ്ത് തന്നെ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് ബി യൂജേഴ്സ് വ്ലോഗ്സ് 9.2 സൈനിങ് ഔട്ട്.